NDA ക്യാമ്പിലെ കണക്കുകൾ കൂടി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിപിൻ സി വിജയൻ ചേരുകയാണ് വിവരങ്ങളുമായി. വിപിൻ, 14 വരെ സീറ്റുകൾ NDAക്ക് കേരളത്തിൽ കിട്ടിയേക്കാം എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ കൂടിയുണ്ട്. അതൊരു അതിശയോക്തിയായി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നാമെങ്കിൽ പോലും ചില പ്രതീക്ഷകൾ, ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും BJP NDA വെച്ചു പുലർത്തുന്നുണ്ട്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിൽ BJP അക്കൗണ്ട് തുറക്കും എന്നാണ്. നിയമമാണോ കഴക്കൂട്ടമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ പോലും അത്തരം ചില പ്രതികരണങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, BJPക്ക് പുറത്തുള്ള ആളുകളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. എന്താണ് BJPയുടെ NDA ക്യാമ്പിന്റെ പ്രതീക്ഷകൾ? അവർക്ക് പ്രത്യേകിച്ചും വോട്ട് ശതമാനത്തിൽ ഉൾപ്പെടെ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് BJP കണക്കുകൂട്ടുന്നു? ഗുഡ് ഈവനിങ് ദിൽന, പ്രജിൻ. ഒരു താമരയാണോ അതോ ഒരു പിടി താമരകളുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ NDA ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഹ്ലാദം പൊതുവെ NDAക്കുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ നോക്കുമ്പോൾ താമര അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ളതിൽ ഒരു എക്സിറ്റ് പോളുകൾക്കും സംശയമില്ല. അതിൻ്റെ ഒരു ആത്മവിശ്വാസം, ഒരു പ്രതീക്ഷ അവർ കൂടുതലായി വെച്ചു പുലർത്തുന്നു. അത് 3 സീറ്റ് മുതൽ 7 സീറ്റ് വരെയായിരുന്നു പ്രധാനമായും BJP ക്യാമ്പ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതീക്ഷിച്ചത് എന്നുണ്ടെങ്കിൽ അത് 11 ആകുന്നു, 14 ആകുന്നു എക്സിറ്റ് പോൾ വരുമ്പോൾ എന്നുള്ളത് ഒരു അമ്പരപ്പാണ് സത്യത്തിൽ NDA ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അവർ പോലും പ്രതീക്ഷിച്ചതിന് അപ്പുറമുള്ള ഒരു നേട്ടം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ എവിടെയൊക്കെയാണ് അത്തരം ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് കടക്കേണ്ടതുണ്ട്. നേമം, കഴക്കൂട്ടം മണ്ഡലം ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ ബൂത്ത് തല കണക്കുകൾ എടുത്തതിന് ശേഷം അവിടെ ഒരു വിജയം ഉറപ്പിക്കുന്നുണ്ട് BJP ക്യാമ്പുകൾ. ഈ രണ്ടിടത്ത് വിജയമുണ്ടാകുമ്പോൾ മറ്റിടങ്ങളിൽ ഒരു നെക്ക് ആൻഡ് നെക്ക് പോരാട്ടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് കടക്കുകയാണെങ്കിൽ പാലക്കാട്, മഞ്ചേശ്വരം, തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കാണുന്നു. ചാത്തന്നൂരിൽ കഴിഞ്ഞ 2 ഇലക്ഷനിലും 2ാം സ്ഥാനത്ത് വന്നതാണ്. അവിടെയും വിജയിച്ച് കയറാമെന്നുള്ള പ്രതീക്ഷ. ഇങ്ങനെയുള്ള ഒരു 3 മണ്ഡലങ്ങൾ കൂടി കൂട്ടിക്കൊണ്ട് ഒരു 5 സീറ്റുകൾ കൃത്യമായി തന്നെ ലഭിക്കും. അത് പരമാവധി കാട്ടാക്കടയൊക്കെ ലഭിക്കുകയാണെങ്കിൽ 6-7 സീറ്റിന് അപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. ഇപ്പോൾ അതും കറന്ന് തിരുവല്ല, നാട്ടിക പോലുള്ള മണ്ഡലങ്ങളിൽ ഒരു വോട്ട് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അതായത് ഒരു ഭരണവിരുദ്ധ തരംഗം പൊതുവേ ഉണ്ട്. ഈ ഭരണവിരുദ്ധ തരംഗത്തിൽ നായർ, ഈഴവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്നതിന് പകരം അത് BJPയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ BJP ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അട്ടിമറി വിജയം നാട്ടികയിലോ തിരുവല്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല, അല്ലെങ്കിൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തലുള്ളത്. പാലക്കാട്ടിലേക്ക് വന്നാൽ പാലക്കാട് ഏറ്റവും ഷുവർ സീറ്റായി കരുതിയതായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ വോട്ടിന് നോട്ട് എന്നുള്ള ഒരു ആരോപണം വന്നത് ഒരു തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ കൂടി നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. ഈ നായർ, ഈഴവ വോട്ടുകൾ ഒരു ഷിഫ്റ്റായി ലഭിച്ചു എന്നുള്ളത് പറയുമ്പോൾ പോലും ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഔട്ട്റീച്ച് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയായി വരുന്നു. അതൊക്കെ തന്നെ ഒരു വലിയ രീതിയിൽ ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒപ്പം കൂട്ടാം എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് പാളി എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ FCRAയെ സംബന്ധിച്ച് ഷോൺ ജോർജ് ഒക്കെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ സഭയ്ക്കെതിരെ രംഗത്ത് വരുന്നു, സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു ഒക്കെ ഉണ്ടാവുന്നത്. കാരണം പ്രതീക്ഷിച്ച ആ ഒരു വോട്ട് ഷെയർ അല്ലെങ്കിൽ ആ ഒരു വോട്ടിൻ്റെ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. മധ്യകേരളത്തിൽ ഉൾപ്പെടെ 2020യെ ഒപ്പം കൂട്ടിയായിരുന്നു ഇപ്രാവശ്യം NDAയുടെ ഒരു മുന്നേറ്റത്തിനുള്ള ശ്രമം. ഏകദേശം BDJSനും 2020ക്കുമായി 40ഓളം സീറ്റുകളിലാണ് അവർ മത്സരിക്കുന്നത്. അവിടെ ഒരു വിജയപ്രതീക്ഷ നിലവിൽ ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ അടക്കം വരുന്ന ഒരു ഘട്ടത്തിൽ ഈ BJP മത്സരിച്ച മണ്ഡലങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ ഒരു വലിയ വിജയമുണ്ടാകും, അല്ലെങ്കിൽ വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കും, താമര കേരളത്തിൽ വിരിയും എന്നുള്ള പ്രതീക്ഷ വെക്കാനുള്ളൂ. അതിനപ്പുറത്തൊരു അസാധാരണ സാധ്യത ഞാൻ ചോദിക്കട്ടെ. 2 മുന്നണികൾ LDFനും UDFനും കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്ന് വയ്ക്കുക. അത് BJPയുടെ അല്ലെങ്കിൽ NDAക്ക് കിട്ടുന്ന സീറ്റുകൾ ഭരണത്തിൽ നിർണായകമാകും. അങ്ങനെയൊരു സാധ്യത കേരളത്തിൽ വരുമോ എന്നതൊരു സുപ്രധാനമായ കൗതുകമുള്ള ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ ഏത് മുന്നണി ആർക്കൊപ്പം നിൽക്കും, അല്ലെങ്കിൽ BJP ആർക്കൊപ്പം നിൽക്കും? LDFനൊപ്പമാണോ, UDFനൊപ്പമാണോ, അല്ലെങ്കിൽ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളൊരു അസാധാരണ സാധ്യത കൂടി ഇപ്പോഴുണ്ട്. ഒരുപക്ഷെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ അങ്ങനെ പറയുമെങ്കിൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. അതെ, 1-2 ഏജൻസികൾ ആ രീതിയിലേക്ക് തന്നെയായിരുന്നു എക്സിറ്റ് പോൾ പറഞ്ഞത്. കാരണം ഒരു തൂക്ക് സഭയിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്ക് 14 അപ്പുറത്തേക്കൊക്കെ സീറ്റുകൾ പ്രവചിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഷോൺ ജോർജ് അതൊരു തൂക്ക് സഭയിലേക്ക് പോകാം, BJP നിർണായക ശക്തിയാകുമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രജിൻ ഈ NDAയുടെ ക്യാമ്പ് പറഞ്ഞിരുന്നത് നിയമസഭയിലെ കറുത്ത കുതിരകളായി BJP ഇപ്രാവശ്യം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ചട്ടം വെച്ചുകൊണ്ട് തന്നെ ഓരോ മണ്ഡലങ്ങളെയും പഠിച്ചുകൊണ്ട് A ക്ലാസ് മണ്ഡലങ്ങളെ തിരിക്കുന്നു. ഒപ്പം തന്നെ
സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നു. പ്രധാനപ്പെട്ടവർ ആദ്യം തന്നെ ഞാൻ സ്വയം ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വരുന്നു ഒക്കെ നമ്മൾ കാണുകയായിരുന്നു. അങ്ങനെ ഒരു തൂക്കുസഭയിൽ വരുന്നു. BJPയുടെ വാക്കിന് കൂടുതലായിട്ടുള്ള ഒരു പ്രസക്തി വരുന്നു. അങ്ങനെ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള അത്തരമൊരു അസാധാരണ ചർച്ചകളിലേക്ക് BJP നേതൃത്വം ഇതുവരെ കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും 10 സീറ്റുകൾക്കപ്പുറം ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ പോലും അത്രയും ഒരു കൃത്യതയിലേക്ക് പോകുന്നില്ല. എങ്കിൽ പോലും വലിയ ശതമാനത്തിൽ വിജയിക്കും. അട്ടിമറി വിജയം ഉണ്ടാകുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ നിന്ന് ഇന്നിപ്പോൾ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ നമ്മോട് സംസാരിച്ചപ്പോഴും വലിയ വിജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു മറുപടി അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് NDA ക്യാമ്പിന്റെ പൊതുവെയുള്ള ഒരു പ്രതീക്ഷയായിട്ട് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ നേമത്ത് ഒരു രാജീവ് ചന്ദ്രശേഖർ ഒക്കെ തോൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മളത് വിലയിരുത്തുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ എതിർപക്ഷവുമായി വലിയ ഒരു ചേരിതിരിവിന് അല്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ BJPയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരത്തിന് ഉള്ളത്. ഇപ്പോൾ തൃപ്പൂണിത്തറയിലൊക്കെ 2020 സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകിയതിനെ തുടർന്ന് BJPയിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു, അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പക്ഷേ മറഞ്ഞേക്ക് പുറത്തു വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.